ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ കൽക്കിയുടെ അവതാരവും മാർക്കണ്ഡേയ ചരിതവുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. മാർക്കണ്ഡേയ മുനിക്ക് പ്രളയ ദർശനത്തിനുള്ള അനുഗ്രഹം നൽകുന്നത് വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു വാസരാന്ത സന്ധ്യാസമയത്ത് നയനങ്ങൾ നിലീമനം ചെയ്ത് ഭഗവാന്റെ ധ്യാനത്തിൽ മുഴുകി ഏകാഗ്രചിത്തനായി മുനീന്ദ്രൻ ഇരിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസാന്ത്യമായ കൽപ്പാന്ത ബ്രഹ്മപ്രളയം വ്യാപിച്ചിരിക്കുന്നതായി കാണുന്നു. ഭയങ്കരമായ കൊടുങ്കാറ്റും ദിഗന്ധങ്ങൾ ഇളകിത്തെറിക്കുന്ന ഇടിമുഴക്കങ്ങളും ഉജ്ജ്വലദീപ്തങ്ങളായ മിന്നൽ പിണരുകളും സർവവും ദഹിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന അത്യുഗ്ര കൽപ്പാന്തവഹ്നിയും അതേ തുടർന്നുള്ള അതിഘോരമായ പ്രളയവർഷവും തുംഗതരംഗങ്ങൾ ഇളകി മറിയുന്ന സപ്തസാഗരങ്ങളും ആകെ അതിഭീകരമായ അവസ്ഥ. ഇളകി മറിയുന്ന സമുദ്രങ്ങളല്ലാതെ മറ്റൊന്നും കാണാനില്ല. വൈകുണ്ഠവും സത്യലോകവും കൈലാസവും ത്രിമൂർത്തികളും ദേവാസുര ഗന്ധർവന്മാരും കിംപുരുഷന്മാരും അഷ്ടദിക്പാലകന്മാരും സമുദ്രപ്രളയത്തിൽ മുങ്ങി നശിച്ചിരിക്കുന്നു. നക്രങ്ങൾ, തിമിംഗലങ്ങൾ, മകരമത്സ്യങ്ങൾ മുതലായവയോടൊപ്പം ഉന്നതങ്ങളായ ഊർമികൾ പ്രളയവാരിധിയിൽ ഇളകി മറിയുന്നു. കൂട്ടിയുരുമ്മി വരുന്ന തരംഗങ്ങളുടെ ഇടയിൽപ്പെട്ട് താനും ഇപ്പോൾ ആഴിയുടെ ഗർത്തത്തിൽ അടിയുമെന്ന് മാർക്കണ്ഡേയൻ ഭയപ്പെട്ടു. എങ്കിലും വെള്ളത്തിൽ പൊങ്ങിയും ലവണജലം കുടിച്ചു വീർപ്പുമുട്ടിയും 10,000-ലേറെ വർഷം ആ മഹർഷി പ്രളയ മഹാസാഗരത്തിൽ കഷ്ടതയും ദുഃഖവും അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ആഴിയിൽ കിടന്ന് ഉഴലുന്നതിനിടയിൽ തൻ്റെ മുമ്പിൽ കുറച്ചകലെ ജലോപരി പൊങ്ങിക്കിടന്നിരുന്ന ഒരു അരയാലിൻ കൊമ്പിൻ്റെ അഗ്രശാലയിലുള്ള ഇലകളുടെ ഇടയിൽ വിസ്മൃതമോഹനമായ ഒരു രമണീയ ഹരിത വടപത്രത്തിൽ ശ്യാമള നിറം കവർന്ന കോമള തനുവോടുകൂടിയ ഒരു ഇളം പൈതൽ ശയിക്കുന്നതായി മാർക്കണ്ഡേയ മുനി കാണുന്നു. വാരുറ്റ തേജസ്സും അതിരറ്റ അഴകും ആ ശിശുവിൽ നിന്നും വഴിയുന്നു. അത്ഭുത വിവശനായി മുനി ആ പേശല ബാലരൂപത്തെ വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കി. മണിമയ ശോഭിതമായ കളകോമള കളേബരത്തോടും മിന്നുന്ന മരതകം പോലെ ശോഭിക്കുന്ന വദനഭംഗിയോടും ചിമ്മി ചിമ്മി തുറക്കുന്ന നീലാരവിന്ദ നയനങ്ങളോടും കമനീയമായ കാമ്പുകണ്ഠത്തോടും കാന്തി ചിമ്മുന്ന ഭ്രൂവല്ലികളോടും പ്രഭ പൊഴിയുന്ന ഉന്നത നാസികയോടും ദർപ്പണതുല്യ ഗണ്ഡമണ്ഡലങ്ങളിൽ പ്രതിബിംബിക്കുന്ന കർണകുണ്ടലങ്ങളോടും ചെന്തൊണ്ടിപ്പഴത്തിനൊത്ത പവിഴ ചെഞ്ചുണ്ടുകളോടും അവയിൽ തത്തിക്കളിക്കുന്ന വാസന്തിക പൂനിലാവിനൊത്ത മൃദുമന്ദഹാസത്തോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും മനോഹരങ്ങളായ പാണിപങ്കജങ്ങളോടും അരുണാരുണ ശോഭ തിളങ്ങുന്ന പൊൻപാദപത്മങ്ങളോടും അങ്ങനെ ആ കുഞ്ഞു ബാലകിശോരൻ അക്ഷികൾക്ക് ആനന്ദോത്സവമരുളുമാറ് ആ വടപത്രത്തിന്മേൽ ശയനം ചെയ്യുന്നു. ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈ കൽപ്പാന്തകാല പ്രളയാബ്ദിയിൽ ഏകനായി ഒരു ആലിലമേൽ ആലംബമില്ലാതെ കിടക്കുന്ന ഈ അത്ഭുത ബാലൻ ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മുനീന്ദ്രൻ അതിനെ എടുത്ത് ചുംബിച്ച് ആശ്ലേഷിക്കുവാനായി അരയാൽ കൊമ്പുകൾക്കിടയിലൂടെ അതിൻ്റെ സമീപത്തേക്ക് വായുവേഗം
നീന്തിയെടുത്തു. ആ സമയം ബാലന്റെ നാസാശ്വാസത്താൽ മഹർഷി വര്യൻ ഒരു ചെറിയ കൊതുകിനെ എന്നതുപോലെ അവൻ്റെ ഉദരത്തിൽ ചെന്ന് പതിച്ചു. ബാലന്റെ ഉള്ളിൽ അണ്ഡകടാഹങ്ങളും 14 ലോകങ്ങളും സപ്തസാഗരങ്ങളും സപ്തപർവ്വതങ്ങളും ആദിത്യനും ചന്ദ്രനും നവഗ്രഹങ്ങളും അനന്തകോടി നക്ഷത്ര സമൂഹങ്ങളും കൈലാസവും വൈകുണ്ഠവും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഇന്ദ്രാദി ദേവഗണങ്ങളും അസുര ഗന്ധർവ കിം പുരുഷന്മാരും മാനുഷരും സർവജാതി പക്ഷി മൃഗാദികളും സമസ്ത പ്രകൃതിയും ബ്രഹ്മപ്രളയവും അതിൽ ആലിലമേൽ ശയിക്കുന്ന പൈതലും അതിൻ്റെ അരികിലേക്ക് നീന്തി അടുക്കുന്ന തന്നെയും കണ്ട് മാർക്കണ്ഡേയ മുനി അത്ഭുതപ്പെട്ടുപോയി. തൽക്ഷണം ബാലന്റെ മറ്റൊരു ഉച്ഛ്വാസത്താൽ അദ്ദേഹം പുറത്തേക്ക് തള്ളപ്പെട്ട് തെറിച്ചു വീണു. ലോകോൽപത്തിക്ക് കാരണഭൂതനും ജഗന്മയനും സച്ചിദാനന്ദ സ്വരൂപനുമായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തൻ്റെ മായയെ അവലംബിച്ച് ബാലനായി ചമഞ്ഞു കിടക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ആ പുണ്യപുരുഷോത്തമന്റെ മായാബാലരൂപത്തെ നമസ്കരിച്ച് ആ കഴൽ മലരുകളെ ശിരസിൽ വെച്ച് ആരാധിക്കുന്നതിനായി മാമുനി ശ്രേഷ്ഠൻ വീണ്ടും നീന്തി ബാലസന്നിധിയിലേക്ക് അടുത്തപ്പോൾ സർവേശ്വരനായ മഹാവിഷ്ണു തൻ്റെ മായയാൽ ആഴിയെയും ആലിലയെയും ബാലനെയും എങ്ങും കാണാത്ത വിധം സർവവും അപ്രത്യക്ഷമാക്കി. താൻ പണ്ടത്തെ പോലെ തൻ്റെ ആശ്രമത്തിൽ ധ്യാനിച്ചിരിക്കുന്നതായി മാർക്കണ്ഡേയന് അനുഭവപ്പെട്ടു. കൽപ്പാന്ത പ്രളയത്തിൽ ഭഗവാന്റെ അവസ്ഥ ഈ വിധമാണല്ലോ എന്നോർത്ത് അത്യന്തം ഭക്തപരവശനായി മനസ്സിൽ ശ്രീനാരായണനെ ധ്യാനിച്ചുകൊണ്ട് മാർക്കണ്ഡേയൻ സമാധി സ്ഥിതനായി. അപ്പോൾ ഭഗവാൻ പരമശിവൻ പാർവതീ സമേതം മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ജ്ഞാനബോധം ഉളവാക്കി. ജടാമകുടധാരിയായി ഗംഗാചൂടനായി അമ്പിളിക്കലാധരനായി ത്രിനേത്രനായി പന്നകാഭരണനായി ചതുർഭുജരൂപനായി ശൂലപാണിയായി ശാർദൂല ചർമ്മവേഷ്ടിതനായി സൂര്യസന്നിഭ തേജസ്വിയായി അതീവ സുന്ദരനായി രുദ്രാക്ഷ കപാലമാല്യങ്ങൾ അണിഞ്ഞവനായി സർവാംഗം ഭസ്മലേപിതനായി അംബികാവാമാങ്കിതനായി കാണപ്പെട്ട പരമേശ്വരന്റെ മുമ്പിൽ മുനീശ്വരൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പരിപാവന ചേവടികളിൽ താണു വീണ് നമസ്കരിച്ച് പൂജിച്ചു. അപ്പോൾ ഗൗരീകാന്തൻ കരുണാപൂർവം ഇങ്ങനെ അരുളി ചെയ്തു: താപസോത്തമ, അങ്ങേക്ക് എന്നും മരണമില്ലാതെ ജീവിക്കുവാനുള്ള വരം ഞാൻ നൽകിയിട്ടുണ്ട്. എങ്കിലും പ്രളയാബ്ദിയിൽ പ്രപഞ്ചനാഥന്റെ അവസ്ഥ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അങ്ങ് അതീവ ധന്യനായി ഭവിച്ചിരിക്കുന്നു. മഹാമുനി, പ്രളയസാഗരത്തിൽ ആലിലപ്പുറത്ത് ബാലനായി ചമഞ്ഞു കാണപ്പെട്ട വിഷ്ണുവും ഞാനും ഒന്നായ ബ്രഹ്മം തന്നെയാണ്. അങ്ങേക്ക് ബുദ്ധിഭ്രമം തോന്നേണ്ട. പ്രകൃതി വിഷ്ണുമായ അവലംബിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന 3 വിഭിന്ന രൂപങ്ങൾ കൈക്കൊണ്ടു എന്നു മാത്രമേ ഉള്ളൂ. വാസ്തവം ആലോചിച്ചാൽ 3 മൂർത്തികളും ഒന്നിൻ്റെ വകഭേദം തന്നെയാണ്. ഹരിയും ഹരനും ബ്രഹ്മവും ഞാൻ തന്നെയാണ്. എൻ്റെ ഭക്തൻ വിഷ്ണുഭക്തനും വിഷ്ണുഭക്തൻ എൻ്റെ ഭക്തനുമാണ്. ത്രിമൂർത്തി ഭാവം പൂണ്ട ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ നിർവാണാത്മകമായ നിത്യമുക്തിയെ ക്ഷണത്തിൽ പ്രാപിക്കുന്നു. മാർക്കണ്ഡേയ, അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നതിനാൽ എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാൻ തരുന്നതാണ്.
അപ്പോൾ മാർക്കണ്ഡേയൻ ഇങ്ങനെ ഉണർത്തിച്ചു: ത്രിമൂർത്തി ഭാവം പൂണ്ട പ്രപഞ്ചലീലകളാടുന്ന സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയുമല്ലാതെ അടിയന് മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ അരുളി ചെയ്തു: ഹേ മഹർഷീശ്വര, കൽപ്പാന്തകാലം വരെ യശസ്സും പുണ്യവും ബ്രഹ്മജ്ഞാനവും ജരാമരണഹീനതയും ആചാര്യ പദവിയും അങ്ങേക്ക് സിദ്ധിക്കട്ടെ. ഇങ്ങനെ അനുഗ്രഹിച്ച് മഹേശ്വരൻ ഉമയുമൊത്ത് അന്തർധാനം ചെയ്തു. അതിനുശേഷം മാർക്കണ്ഡേയൻ തപസ്സു മതിയാക്കി ദേശസഞ്ചാരം ചെയ്ത് മഹർഷികൾക്കും മഹത്തുക്കൾക്കും ജനസഞ്ചയത്തിനും ജ്ഞാനോപദേശം നൽകി ഒരു ലോക മഹാത്മാവായി പരിലസിച്ചു. കൽപ്പാന്ത പ്രളയകാലത്ത് കരുണാമയനായ ശ്രീഹരിയുടെ അവസ്ഥ എന്താണെന്ന് ഈ വിധം മാർക്കണ്ഡേയന്റെ കഥ ഉദ്ധരിച്ച് ശൗനകാദികളെ ധരിപ്പിച്ചതിനു ശേഷം സൂതൻ കലികാലദോഷ ശാന്തിക്കുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നു. തപോധനന്മാരെ, ലോകരക്ഷകനായ ഭഗവാൻ വൈകുണ്ഠപതിയുടെ തിരുനാമങ്ങൾ ജപിക്കുക. അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ പാടുക. അദ്ദേഹത്തിൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രതിമകളെ വന്ദിക്കുക. ദേവാലയങ്ങൾ ദർശിക്കുക. പുണ്യതീർത്ഥങ്ങളിൽ ആടുക. സർവവും ഈശ്വരമയമായി കാണുക. സർവവും ഈശ്വരാർപ്പണമായി പ്രാർത്ഥിക്കുക. സ്നേഹവും അനുകമ്പയും ആരിലും ഉണ്ടായിരിക്കുക. ഹിംസയെ പാടെ വർജിക്കുക. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളാൽ കലികാലദോഷം പാടെ അകന്നു പോകുന്നതാണ്. അസത്യം പറയുക, വഞ്ചന, ചതി മുതലായ അധർമ്മങ്ങൾ ചെയ്യുക, മദ്യപാനം ചെയ്യുക, സ്ത്രീകൾ സതീത്വം വെടിയുക മുതലായവ കലിബാധയ്ക്ക് പ്രേരകങ്ങളായ ദുഷ്ടകൃത്യങ്ങളാണ്. ശ്രീകൃഷ്ണന്റെ പുണ്യകഥ കേൾക്കുന്നവനെയും പറയുന്നവനെയും ഒരിക്കലും കലിദോഷം ബാധിക്കുകയില്ല. നിത്യവും രാത്രിയിൽ നിദ്രയ്ക്കായി ഭാവിക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും കാർവർണന്റെ കമനീയ രൂപം പാദാദികേശം മനസ്സിൽ ചിന്തിക്കുന്നത് കലികാലദോഷശാന്തിക്കും പാപശാന്തിക്കും മോക്ഷലബ്ധിക്കും കാരണമാണ്. കലികാലത്തിൽ കലിയുടെ ദോഷശാന്തിക്ക് ശ്രീകൃഷ്ണനാമം പോലെ ശക്തിയായ മറ്റൊരു മന്ത്രമില്ല. ശ്രീകൃഷ്ണ ഭാഗിനേയ പുത്രനും വിഷ്ണു ഭക്തനുമായ പരീക്ഷിത്തിന് കലി അടിമപ്പെട്ടതിനു കാരണവും അതുതന്നെയാണ്. ഈ സമയം ശൗനകാദികൾ ഇങ്ങനെ ചോദിച്ചു: പിന്നെങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ സപ്താഹയജ്ഞം അവസാനിച്ചത്? ശൃംഗിയുടെ ശാപം ഫലിച്ചുവോ? അപ്പോൾ സുതൻ ഇങ്ങനെ പറഞ്ഞു: ശൃംഗിയുടെ ശാപം ഫലിച്ചു. പരീക്ഷത്തിന് സ്വർഗാരോഹണം സിദ്ധിക്കേണ്ട കാലമായതിനാൽ അതൊരു കാരണമായി ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഖാണ്ഡവദഹന കാലം മുതൽ തക്ഷകന് പാർത്ഥനോടും പാർത്ഥസന്തതികളോടും വൈരാഗ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് മുനിശാപവും സംഭവിച്ചത്. ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ ധർമ്മനിരതനായ പരീക്ഷിത്തിനെ ദംശിക്കുവാനായി പുറപ്പെട്ടു. തൻ്റെ പുത്രനായ തക്ഷകൻ വിഷ്ണു ഭക്തോത്തമനായ പരീക്ഷിത്തിനെ മുനിശാപത്തിൻ്റെ പേരിൽ ദംശിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദിവ്യജ്ഞാനത്താൽ അറിഞ്ഞ് കശ്യപമുനി അദ്ദേഹത്തെ ഏതു വിധവും രക്ഷിക്കണമെന്ന് കരുതി പുറപ്പെടുന്നു. മന്ത്രസിദ്ധിയാൽ ഏതു സർപ്പവിഷത്തെയും ഹനിക്കുവാനുള്ള ശക്തി ആ മഹർഷിക്ക് ഉണ്ടായിരുന്നു. തന്നെ ദ്രോഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന പിതാവിനെ കണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചയക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി
തക്ഷകൻ ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷം പൂണ്ട് കശ്യപൻ വരുന്ന വഴിയിൽ കാത്തുനിന്നു. അദ്ദേഹം അടുത്തു വന്നപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെ ചോദിച്ചു: ഹേ മുനീശ്വര, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? കശ്യപൻ ഇങ്ങനെ പറഞ്ഞു: ശൃംഗിയുടെ ശാപഫലമായി ധർമ്മനിരതനും വിഷ്ണുഭക്തനുമായ ശ്രീ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കുവാനിടയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ദംശിച്ചാൽ വിഷമിറക്കി അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. ലോകോത്തര വിഷ്ണുഭക്തനായ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചാൽ അത് ഏറ്റവും പുണ്യമായിരിക്കും. അപ്പോൾ തക്ഷകൻ തൻ്റെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, ഞാൻ തന്നെയാണ് തക്ഷകൻ. അച്ഛൻ ഇതിൽ ഇടപെടരുത്. പരീക്ഷത്തിന് സർപ്പദംശം ഏൽക്കണമെന്നുള്ളത് ശൃംഗിശാപം കൊണ്ട് മാത്രമല്ല, ബ്രഹ്മവിധിയുമാണ്. സർപ്പങ്ങൾ തീയിൽ വീണു നശിക്കണമെന്നുള്ള കദ്രുമാതാവിൻ്റെ ശാപം ഫലിക്കണമെങ്കിൽ തക്ഷകൻ പരീക്ഷത്തിനെ ദംശിക്കണം. എങ്കിൽ മാത്രമേ സർപ്പവിനാശകരമായ സർപ്പയാഗം നടക്കുകയുള്ളൂ. അതു കേട്ടപ്പോൾ കശ്യപൻ ഈ ദൃശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതി തിരിച്ചു പോകുന്നു. പിതാവിന് കുറച്ച് ദ്രവ്യവും ആ സർപ്പേന്ദ്രൻ നൽകി. അനന്തരം തക്ഷകൻ ഏതാനും അനുജന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെല്ലാവരും ബ്രാഹ്മണ വേഷം അവലംബിക്കണം. ആരു കണ്ടാലും കൊതിക്കത്തക്ക വിധമുള്ള ഒരു മാതളപ്പഴം ഞാൻ കരുതി വച്ചിട്ടുണ്ട്. ആ പഴത്തിൽ ഒരു ചെറിയ കൃമിയായി ഞാൻ അകത്തു കടക്കും. നിങ്ങൾ ആ മാതളപ്പഴം പരീക്ഷത്തിന് സമ്മാനിക്കണം. ബ്രാഹ്മണരായതുകൊണ്ട് നിങ്ങൾക്കവിടെ പ്രവേശനം ലഭിക്കും. രാജാവ് ആ പഴം കണ്ട് മോഹിക്കുകയും ചെയ്യും. ഇതു കേട്ടപ്പോൾ അനുജന്മാർ ബ്രാഹ്മണ വേഷം പൂണ്ടു. തക്ഷകൻ ഒരു പുഴുവായി ആ മാതളപ്പഴത്തിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. എന്നിട്ട് ആ പഴവുമായി അവർ രാജസന്നിധിയിൽ എത്തിച്ചേർന്നു. അതവിടെ ഒരു കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചു. അപ്പോൾ പരീക്ഷിത്ത് കയ്യിൽ പവിത്രസൂത്രവും ധരിച്ച് ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിച്ച് വ്രതനിഷ്ഠയോടുകൂടി വടക്കോട്ട് അഭിമുഖമായി കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അന്ന് 7-ാം ദിവസമാണ്. ശ്രീശുകൻ ഭാഗവതം മുഴുവനും ഉപദേശിച്ചു കഴിഞ്ഞു. എല്ലാവരും കൂടി അവഭൃത സ്നാനവും കഴിച്ച് യജ്ഞവും പര്യവസാനിപ്പിച്ചു. പരീക്ഷിത്ത് അഞ്ജലിബദ്ധനായി വ്യാസപുത്രനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: മഹാത്മൻ, അങ്ങരുളി ചെയ്ത ഈ ഭഗവത് കഥാ പീയൂഷം പാനം ചെയ്ത് ചിദാനന്ദ പുരുഷനും സച്ചിദാനന്ദ സ്വരൂപനുമായ ശ്രീകൃഷ്ണ പരമാത്മാവിൽ ആത്മാവിനെ ലയിപ്പിക്കണമെന്ന് അടിയന് തോന്നുന്നു. അങ്ങനെ ലയിച്ചിരിക്കുന്ന അടിയനിൽ ഇനി തക്ഷക വിഷം ഏൽക്കുകയില്ല. ഇന്ന് അസ്തമയത്തോടുകൂടി ശാപത്തിൻ്റെ കാലാവധിയായ 7-ാം ദിവസവും പൂർത്തിയാകും. അപ്പോൾ മഹർഷികളും മഹാബ്രാഹ്മണരും പരീക്ഷത്തിനെ അനുഗ്രഹിച്ചു. ശ്രീശുകനും മറ്റു മാമുനികൾക്കും ബ്രാഹ്മണോത്തമന്മാർക്കും ദക്ഷിണകൾ നൽകി രാജാവ് അവരെ പ്രീതിപ്പെടുത്തി. പുത്രനായ ജനമേജയനും മന്ത്രിമാരും ആദരപൂർവം അല്പദൂരം അവരെ അനുഗമിച്ചു. ആദിത്യൻ അസ്തമിക്കാൻ പോകുന്നു. തൻ്റെ പീഠത്തിനു മുമ്പിലുള്ള സുവർണ ഭാജനങ്ങളിരിക്കുന്ന അനവധി ഉപഹാരങ്ങളുടെ മധ്യേയുള്ള മാതളപ്പഴം പരീക്ഷത്തിൻ്റെ ദൃഷ്ടികളെ ആകർഷിച്ചു. അദ്ദേഹം അത് കയ്യിലെടുത്തു നോക്കി. ഹൃദ്യമായ പഴം. പാരണ വീടുമ്പോൾ ഇത് ഭക്ഷിക്കണം, അദ്ദേഹം മനസ്സിൽ കരുതുന്നു. അപ്പോൾ അതിന്മേൽ ശോണവർണ്ണത്തിലുള്ള ഒരു ചെറിയ കൃമി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറഞ്ഞു: തക്ഷകൻ എന്ന് പേരിട്ട് ഇതിനെ ശരീരത്തിലൊന്ന് സ്പർശിപ്പിക്കാം. അപ്പോൾ ശൃംഗിശാപവും ഫലിച്ചെന്നു വരും.
ശാപത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ രാജാവ് പഴത്തെ തൻ്റെ കയ്യിലെടുത്ത് അതിനുശേഷം ആ കൃമിയെ തൻ്റെ ശരീരത്തിനോട് ചേർത്തു പിടിച്ചു. പെട്ടെന്ന് ആ കൃമി തൻ്റെ സ്വരൂപം സ്വീകരിച്ചു. തക്ഷകൻ അതിഘോരമായ ഒരു കാളസർപ്പരൂപമായി. അത് കണ്ട് പരീക്ഷിത്ത് ഭയന്നു വിറച്ചു. തക്ഷകൻ പരീക്ഷിത്തിന്റെ ശരീരം അടിമുടി ചുറ്റി വരിഞ്ഞ് തൻ്റെ അത്യുഗ്രമായ ഹാലഹാല വിഷജ്വാലയിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് ഭസ്മീകരിച്ചു. നാഗേന്ദ്രന്റെ ഭീഭത്സ ഭീമാകാര രൂപം കണ്ട് ആളുകൾ ഭയപ്പെട്ട് നാലുപാടും ചിതറിയോടി. ആ സമയം പരീക്ഷിത്തിന്റെ പുണ്യനിര്യാണം കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഗന്ധർവ കിം പുരുഷന്മാർ സ്തുതിഗീതങ്ങൾ പാടി. തക്ഷകന്റെ വിഷജ്വാലയിൽ ഭസ്മീകരിക്കപ്പെട്ട പരീക്ഷിത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു നവ്യ തേജസ് മേൽപോട്ടുയർന്നു. അത് അംബരമണ്ഡലത്തിൽ പ്രകാശിച്ച് ഒരു പരിവേഷം പൂണ്ട് മറഞ്ഞു. പുണ്യവാനും വിഷ്ണുഭക്തനുമായിരുന്ന പരീക്ഷിത്തിന്റെ ആത്മാവ് സ്വർഗലോകം പൂകി നിത്യസായൂജ്യ പദം പ്രാപിച്ചു. പിതാവിന്റെ മരണസമയത്ത് പുത്രനായ ജനമേജയൻ അടുത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം മഹർഷികളുടെ പുറകെ അനുയാത്രയായി പോയിരിക്കുകയായിരുന്നു. താതന്റെ സംസ്കാരാദി ക്രിയകളെല്ലാം വിധിപ്രകാരം നടത്തിയതിനു ശേഷം ജനമേജയൻ സിംഹാസനാരൂഢനായി രാജ്യഭാരം കയ്യേറ്റു. തൻ്റെ പിതാവിനെ ദംശിച്ച തക്ഷകനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സർവസർപ്പങ്ങളെയും സമൂലം നശിപ്പിക്കുന്നതിനായി ജനമേജയൻ പിന്നീട് സർപ്പസത്രം നടത്തി. അനവധി നാഗങ്ങൾ ആ യാഗാഗ്നികുണ്ഠത്തിൽ സ്വയം വന്നു വീണു മരിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അപേക്ഷ പ്രകാരം തക്ഷകന് ക്ഷോണീപതി മാപ്പു നൽകുന്നു. ആ സർപ്പയാഗം നടക്കുന്ന അവസരത്തിൽ വ്യാസശിഷ്യനായ വൈശമ്പായ മുനി ജനമേജയന്റെ അപേക്ഷ പ്രകാരം അഞ്ചാമത്തെ വേദം എന്ന് അറിയപ്പെടുന്ന മഹാഭാരതം ഉപദേശിക്കുന്നു. ഇനിയൊരവസരത്തിൽ ആ മഹാഭാരതം നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂതൻ മഹാഭാഗവതം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഭാഗവത കഥകൾ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. ആദ്യം മുതൽ ഇതുവരെ കേട്ട എല്ലാവരും തന്നെ പുണ്യവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ ഒരുപാട് ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് ഇത്രയും ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് ഈ കഥ കേൾക്കാനായിട്ട് പറ്റിയത്. നിരന്തരം ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുമാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ രക്ഷ. ഇനി നമുക്ക് ഭാഗവത മാഹാത്മ്യമുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എല്ലാവർക്കും കഥ കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമാണ് എന്ന് എനിക്ക് അറിയാം. പറഞ്ഞു തരുന്ന എനിക്ക് അതിനേക്കാളേറെ സന്തോഷമാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും പഴയ കഥകളൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ആദ്യം മുതൽ കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഭാഗവതം എന്ന ഒരു ഫോൾഡറുണ്ട്. അതിനകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കഥകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കുറേശ്ശെയായിട്ട് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തു കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.